ഇന്നത്തെ റെസിപ്പി ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. ഹെൽത്ത് ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു സ്റ്റോർ തന്നെയാണ് ഈ ഈന്തപ്പഴം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം എല്ലാ ന്യൂട്രിയൻസും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡെയിലി രാത്രി കിടക്കുന്നതിൻ്റെ മുൻപ് ഒരു 3 ഈത്തപ്പഴമെങ്കിലും ശീലമാക്കണത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നതിന് സഹായകരാകും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഡേറ്റ്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പുഡിംഗ് ഉണ്ടാക്കി കൊടുത്താൽ അവർ മടി കൂടാതെ തന്നെ കഴിച്ചോളും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കാം. ഞാനിവിടെ 20 ഈത്തപ്പഴം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഇത്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വയ്ക്കാം. നമുക്കിതിലേക്ക് പാലും ചൈന ഗ്രാസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് 125 ml മെഷർമെൻറ്റുള്ള കപ്പാണ്. ഇതിനൊരു കപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നന്നായി പ്രസ് ചെയ്ത് നിറയ്ക്കാതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഈ കപ്പിൻ്റെ ലെവലാവുന്നത് വരെ മാത്രം എടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുതിരാൻ വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ 3 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ മെൽറ്റ് ചെയ്യാൻ വെക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പുഡിങ്ങിൽ ഇടയ്ക്ക് വെച്ച ഈ ഈത്തപ്പഴം കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാഷ് ചെയ്തിട്ട് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 100 ഗ്രാം പഞ്ചസാരയാണ്. പഞ്ചസാരയ്ക്ക് പകരം 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതി. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. 100 ഗ്രാം പഞ്ചസാരന് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. കാരണം ഈത്തപ്പഴം നല്ല മധുരമുള്ളതല്ലേ, അപ്പോൾ അത് മതിയാവും. പാലും ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ ചൈന ഗ്രാസും നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണെന്നറിയോ, ഈ മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലുള്ള മെൽറ്റാവാതിരിക്കുന്ന ചൈന ഗ്രാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ അരിക്കുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. അതിനുശേഷം പാലിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഞാനിനി ഒരു 5-6 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് ഏത് പാത്രത്തിലാണ് സെറ്റാകാൻ വെക്കുന്നതെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിൻ്റെ അതേ ഷേപ്പിലാണ് നമുക്ക് പുഡിങ് കിട്ടുക. ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബൗളിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ബബിളൊക്കെ ഒന്ന് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അത് ഇതുപോലൊരു മോൾഡിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിൽ മിനിമം 1 മണിക്കൂർ നമുക്കിത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിടുവിച്ച് കൊടുക്കുക.
ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. ഈ മോൾഡിലുള്ളതും അതുപോലെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഈത്തപ്പഴം കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഈന്തപ്പഴം പുഡിങ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സുലൈമാനി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് സ്ട്രോബെറി ക്രഷാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഇതിൻ്റെ മീതെ ഒന്ന് തൂവിക്കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയും. പിന്നെ ഈന്തപ്പഴം പുഡിങ് ഈ സ്ട്രോബെറി ക്രഷിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.